അമിത്ഷായും കാരണമാണ് നമ്മുടെ രാജ്യത്ത് വർഗീയത വ്യാപിക്കുന്നത്. പ്രത്യേകിച്ചും ഗുജറാത്തി കലാപത്തിന്റെ വേരുകൾ തീർച്ചയായും അവരിൽ നിന്നാണ് എന്നൊക്കെയാണ് പൃഥ്വിരാജ് സുകുമാരൻ എമ്പുരാൻ എന്ന സിനിമയിലൂടെ പറഞ്ഞു വെക്കുന്നത്. രാജ്യത്തിന്റെ പരമോന്നത കോടതി തന്നെ കുറ്റവിമുക്തരാക്കിയ നിയുക്ത പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കുമെതിരെ ഇത്തരമൊരു നരേറ്റീവ് നൽകിയതിന് സിനിമയ്ക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങാൻ സംഘപരിവാർ അനുകൂലികളും ഇറങ്ങിപ്പുറപ്പെടുന്നു. അങ്ങനെ മൊത്തത്തിൽ ഏകദേശം 6 വർഷത്തോളം കാത്തിരുന്നെത്തിയ എമ്പുരാനെതിരെ ഒട്ടേറെ ചർച്ചകൾ മുറുകുമ്പോൾ സത്യത്തിൽ സിനിമയുടെ സംവിധായകൻ എവിടെയാണ് പിഴച്ചത്? ഗുജറാത്തി കലാപം പോലുള്ള വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു, പ്രത്യേകിച്ചും സിനിമ നമ്മളെ സ്വാധീനിക്കുന്ന തലങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ. എന്തായാലും സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരൻ നരേറ്റ് ചെയ്യാൻ വിട്ടുപോയ ആ ഗോദ്ര ട്രെയിൻ ദുരന്തത്തെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യമേ പറയുന്നു, ഈ വീഡിയോ നിങ്ങൾ ആരും വർഗീയപരമായി കാണരുത്. ഒരു ചരിത്ര സംഭവം തുറന്നു കാട്ടുകയാണ്. വർഷം 2002 ഫെബ്രുവരി 27 ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ വലിയൊരു വഴിത്തിരിവായ സംഭവമാണ് അന്ന് ഗോദ്രയിൽ നടന്നത്. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ 2002 ഫെബ്രുവരിയിൽ നടന്ന പൂർണാഹുതി മഹായജ്ഞത്തിൽ പങ്കെടുക്കാൻ ആയിരക്കണക്കിന് തീർത്ഥാടകർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിയിരുന്നു. അയോധ്യയിൽ നിന്ന് ഗുജറാത്തിലേക്ക് മടങ്ങുന്ന തീർത്ഥാടകരും കർസേവകരും അഹമ്മദാബാദിലേക്കുള്ള സബർമതി എക്സ്പ്രസ് ട്രെയിനിലേക്ക് കയറി. ഫെബ്രുവരി 27 രാവിലെ ഒരു 7:45 ട്രെയിൻ ഗുജറാത്തിലെ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലും എത്തി. സബർമതി എക്സ്പ്രസിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 1100 ആയിരുന്നുവെങ്കിലും ഏകദേശം 2000-ഓളം ആളുകൾ അന്ന് ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു. നിന്ന് തിരിയാൻ ഇടമില്ലാത്ത വിധത്തിൽ ആളുകളൊക്കെ തിങ്ങി നിറഞ്ഞുകൊണ്ടാണ് യാത്ര ചെയ്തത്. അതിനിടെ ഗോദ്രയിൽ വെച്ച് ട്രെയിനിലെ ഏതാനും യാത്രക്കാരും ഗോദ്ര റെയിൽവേ സ്റ്റേഷനിലെ കച്ചവടക്കാരും തമ്മിൽ എന്തോ ഒരു വാക്കുതർക്കം ഉണ്ടായി. അത് പോകെ കയ്യേറ്റത്തിലേക്കും എത്തി. യാത്രക്കാരിൽ ഭൂരിപക്ഷവും ഹിന്ദുക്കളും കച്ചവടക്കാരാകട്ടെ കൂടുതലും മുസ്ലിങ്ങളുമായിരുന്നു. പിന്നെ അറിയാമല്ലോ, ആളുകൾ മതം വെച്ച് വേർതിരിച്ച് അതിനെ വാക്കുതർക്കത്തിലുപരി വർഗീയ വിദ്വേഷമാക്കി മാറ്റിയെടുത്തു. ഇതിനിടെ പ്ലാറ്റ്ഫോമിൽ നിന്നും നീങ്ങി തുടങ്ങിയ ട്രെയിനിന്റെ ചങ്ങല ആരോ വലിച്ചു നിർത്തി. തുടർന്ന് സ്റ്റേഷനിൽ നിന്നും മാറി ഒരു 1/2 കിലോമീറ്റർ അകലെ ട്രെയിൻ നിൽക്കുകയും ചെയ്തു. അതോടെ സമീപ ദേശങ്ങളിൽ നിന്നൊക്കെ 100 കണക്കിന് ആളുകൾ അങ്ങോട്ടേക്ക് ഇരച്ചെത്തി. ട്രെയിൻ നിന്ന് കത്തുന്നതാണ് അവരെല്ലാം കണ്ടത്. 2 കോച്ചുകൾ പൂർണ്ണമായും കത്തി നശിച്ചു. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആ കോച്ചുകൾക്കുള്ളിൽ നിന്നും സ്ത്രീകളുടെയും കുട്ടികളുടെയും നിലവിളികൾ ഉയരുന്നുണ്ടായിരുന്നു. 59ഓളം പേരാണ് അവിടെ വെന്ത് വെണ്ണീറായത്. സമാനതകളില്ലാത്ത ദുരന്തം. തുടർന്ന് ആ സംഭവത്തെ ചൊല്ലി പല കഥകളും പരന്നു. ഒരു വിഭാഗം പറഞ്ഞത് അയോധ്യയിലേക്ക് പോകുമ്പോൾ തന്നെ ആ തീർത്ഥാടകരും കച്ചവടക്കാരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നു. ശേഷം ഈ കച്ചവടക്കാർ തീർത്ഥാടകർ മടങ്ങിയെത്താൻ കാത്തിരിക്കുകയായിരുന്നു. തുടർന്നുണ്ടായ വാക്കേറ്റത്തിനൊടുവിൽ അവിടെ വെച്ച് ഈ അക്രമികളിൽ ആരോ ഒരാളാണ് ട്രെയിനിന്റെ ചെയിൻ വലിച്ചു നിർത്തിയത്. പിന്നീട് സമീപത്തെ കോളനികളിൽ നിന്നുമൊക്കെ ഇരച്ചെത്തിയവരിൽ പലരും യാത്രക്കാരെ കല്ലെറിഞ്ഞും തുണിയിൽ തീപ്പന്തം ചുറ്റിയുമൊക്കെ എറിഞ്ഞു. അതിനെ തുടർന്നാണ് ആ കോച്ചുകളിൽ തീപിടുത്തമുണ്ടായത്. ചിലർ പറയുന്നത് അക്രമികൾ ട്രെയിനിൽ അതിക്രമിച്ചു കടന്ന് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതാണെന്നാണ്. തുടർന്ന് യാത്രക്കാർ പുറത്തു കടക്കാതിരിക്കാൻ പുറത്തേക്കുള്ള സകല വാതിലുകളും അക്രമികൾ വലിച്ചടച്ചു. ട്രെയിനിലെ മറ്റു യാത്രക്കാരുടെ മൊഴിയെ അടിസ്ഥാനമാക്കിയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. പക്ഷേ സാക്ഷികളെല്ലാം വിശ്വ ഹിന്ദു പരിഷത്തിലെ ഭാഗമായതുകൊണ്ട് എതിർഭാഗം ഇതിനെ പാടെ എതിർത്തു നിന്നു. പോരാതെ റെയിൽവേ നിയമിച്ച ബാനർജി കമ്മീഷൻ ഇതിനോട് മുഖം തിരിച്ചു. പിന്നീട് 2005 കേന്ദ്രം ഭരിച്ച UPA സർക്കാരിലെ ലാലു പ്രസാദ് യാദവാണ് കൽക്കട്ട ഹൈക്കോടതിയിലെ റിട്ടയർഡ് ജഡ്ജിയായ UC ബാനർജിയെ ട്രെയിൻ ദുരന്തത്തെക്കുറിച്ച് പഠിക്കുവാനായി നിയോഗിച്ചത്. ഇദ്ദേഹം എങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായി എന്ന് കണ്ടെത്തുവാനായി ഒരു 5-അംഗ സമിതിയെയും നിയോഗിച്ചു. S6 കോച്ചുകൾ ഉൾപ്പെടെ തീപിടിച്ച എല്ലാ കോച്ചും ഇവർ പരിശോധിച്ചു. S6 കോച്ചിന്റെ നടുഭാഗത്ത് നിന്നാണ് തീ പടർന്നത്. ട്രെയിനിനുള്ളിൽ സ്റ്റൗ ഉപയോഗിച്ച് ആരോ പാചകം ചെയ്തപ്പോഴോ മറ്റോ ആകാം ഈ തീപിടുത്തം ഉണ്ടായത് എന്ന നിഗമനത്തിൽ അങ്ങനെ ആ പഠന സമിതി എത്തിച്ചേർന്നു. ഉത്തരേന്ത്യയിൽ അന്ന് ട്രെയിനുകൾക്കുള്ളിൽ ഇത്തരത്തിൽ സ്റ്റൗ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നതൊക്കെ സ്ഥിരം കാഴ്ചയായിരുന്നു. അതുകൊണ്ട് ആ വാദം പലരും ഉറപ്പിച്ചു. അതുപോലെ തീപിടുത്തത്തെ തുടർന്നുണ്ടായ പുകയിൽ ശ്വാസം മുട്ടിയാണ് പലരും മരിച്ചത് എന്നും കമ്മീഷൻ കണ്ടെത്തി. എന്നാൽ ബാനർജി കമ്മീഷന്റെ കണ്ടെത്തലുകളെ പലരും എതിർത്തു. അതിൽ അക്കാലത്തെ ഗുജറാത്തി സർക്കാരും ഉണ്ടായിരുന്നു. അവരുടെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ്: തീപിടുത്തം ഉണ്ടായെങ്കിൽ എന്തുകൊണ്ട് ആ യാത്രക്കാർ ട്രെയിനിൽ നിന്നും ചാടി രക്ഷപ്പെട്ടില്ല? അതുപോലെ തന്നെ ട്രെയിൻ ചെയിൻ വലിച്ചു നിർത്തിയത് ആരായിരുന്നു? ഇതിനൊന്നും ഉത്തരം നൽകാൻ കമ്മീഷൻ തയ്യാറായില്ല.
തുടർന്ന് ട്രെയിൻ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട നീലകണ്ഠ തുളസീദാസ് എന്ന വ്യക്തി ബാനർജി കമ്മീഷൻ റിപ്പോർട്ടിനെതിരെ ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ചു. അതോടെ ബാനർജി കമ്മീഷൻ റിപ്പോർട്ട് രൂപീകരിക്കപ്പെട്ടത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി കമ്മീഷന്റെ റിപ്പോർട്ട് റദ്ദാക്കി. ഗോദ്ര സംഭവത്തെക്കുറിച്ച് പഠിക്കാൻ നേരത്തെ തന്നെ ഒരു കമ്മീഷനെ നിയമിച്ച സാഹചര്യത്തിൽ പുതിയൊരു കമ്മീഷനെ നിയമിച്ച റെയിൽവേയുടെ തീരുമാനത്തെ അംഗീകരിക്കാനാകില്ലെന്നും കോടതി അഭിപ്രായപ്പെട്ടു. അതായത് 2002 മാർച്ചിൽ തന്നെ ഗോദ്ര സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുവാനായി ഗുജറാത്ത് സർക്കാർ ഒരു കമ്മീഷനെ നിയോഗിച്ചിരുന്നു. ഇതിനെ മറികടന്നായിരുന്നു റെയിൽവേയുടെ ഈ നീക്കം. ഗുജറാത്ത് കോടതിയിലെ റിട്ടയർഡ് ജഡ്ജി KG ഷായ്ക്കായിരുന്നു കമ്മീഷന്റെ ചുമതല. എന്നാൽ ഇയാൾ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ അടുപ്പക്കാരനാണെന്നും അതിനാൽ തന്നെ അന്വേഷണം സുതാര്യമാകില്ലെന്നും ചൊല്ലി ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു. ഇതോടെ സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ജഡ്ജി GT നാനാവതിയെ അധ്യക്ഷനാക്കി കമ്മീഷൻ വീണ്ടും പുനഃസംഘടിപ്പിച്ചു. കമ്മീഷൻ ഏകദേശം 1000-ലധികം സാക്ഷികളെ വിസ്തരിക്കുകയും അതുപോലെ 40,000-ഓളം രേഖകൾ വിലയിരുത്തി കൃത്യമായി പരിശോധിച്ച് 2014 അവരുടെ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. ഗുജറാത്ത് പോലീസിന്റെ കണ്ടെത്തലുകളെ എല്ലാം തന്നെ ശരിവയ്ക്കുന്ന തരത്തിലുള്ള നിഗമനങ്ങളാണ് അതിലുണ്ടായിരുന്നത്. ഗോദ്രയിലെ മതപണ്ഡിതൻ ആയിരുന്ന മൗലവി ഹുസൈൻ ഹാജി, ഇബ്രാഹിം ഉമർജി, CRPF-ൽ നിന്നും പറഞ്ഞുവിട്ട നാനു മിയാൻ എന്നിവരാണ് സംഭവത്തിലെ മുഖ്യ ആസൂത്രകർ. പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ഒരു ക്രിമിനലിന്റെ മൊഴിയാണ് ഇതിൽ വഴിത്തിരിവായത്. എന്നാൽ പിന്നീട് അയാൾ ഈ മൊഴി നിഷേധിച്ചു. സബർമതി എക്സ്പ്രസ് ഗോദ്രയിൽ എത്തുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ 140 ലിറ്ററിലധികം പെട്രോൾ ഇവർ വാങ്ങി സൂക്ഷിച്ചിരുന്നു അത്രേ. ഇതിനെ സാധൂകരിക്കുന്ന തരത്തിൽ ഫോറൻസിക് റിപ്പോർട്ടിൽ തീപിടുത്തത്തിന് മുമ്പായി ട്രെയിനിന് മീതെ പെട്രോൾ വന്ന് വീണിരുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഏകദേശം 1000-ലധികം പേർ ട്രെയിൻ ആക്രമിക്കുവാനായി എത്തിയിരുന്നുവെന്നും കമ്മീഷൻ പറയുന്നു. ട്രെയിൻ നിർത്തിയ സമയത്ത് ചിലർ ട്രെയിനിലേക്ക് ഓടിക്കയറിയതായും അവർ S6, S7 കോച്ചുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വെസ്റ്റിബ്യൂൾ തകർത്ത് അവിടെ ഏകദേശം 60 ലിറ്ററോളം പെട്രോൾ നിറച്ചതായും തുടർന്നാണ് ട്രെയിൻ കത്തിച്ചതെന്നും കമ്മീഷൻ പറയുന്നു. എന്നാൽ ഇത് സാധ്യമായ കാര്യമല്ലെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. അവർ ഉയർത്തിക്കാട്ടുന്നത് ഇത്രയധികം പെട്രോൾ കൊണ്ടുവരണമെങ്കിൽ വലിയ ബക്കറ്റുകളോ പാത്രമോ ഒക്കെ വേണം. യാത്രക്കാർ തിങ്ങി നിറഞ്ഞ ആ കോച്ചിലേക്ക് ഇത് എങ്ങനെ എത്തിക്കുവാനാണ്? അതുപോലെ ഇത് കാണുന്ന യാത്രക്കാർ അത് തടയുകയും എതിർക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നില്ലേ? ഇതാണ് ആ വിമർശനം. എന്തായാലും മരിച്ച 59 പേരിൽ സ്ത്രീകളും കുട്ടികളുമാണ് ഭൂരിഭാഗവും ഉണ്ടായിരുന്നത്. കൂടാതെ മരിച്ചവരിൽ പലരും കർസേവകരുമല്ല. ട്രെയിനിലെ ബുക്കിംഗ് ഡീറ്റെയിൽസിൽ നോക്കി മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞ വിവരങ്ങളാണിത്. എന്നാൽ ഉടനെ വിവരങ്ങളെ വർഗീയവൽക്കരിച്ച് വടിവാളുകളേന്തി മനുഷ്യർ ഗുജറാത്തിനെ രക്തരൂക്ഷിതമാക്കി. ഗോദ്രയിലാണെങ്കിലും തുടർന്നുണ്ടായ ഗുജറാത്തി കലാപത്തിലാണെങ്കിലും കൊല്ലപ്പെട്ടവരൊക്കെയും നിരപരാധികളായിരുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരം. മുസ്ലിങ്ങളായിരുന്നു എന്ന ഒറ്റ കാരണത്താലാണ് അവരെല്ലാം മരിച്ചു വീണത്. അതുപോലെ തന്നെ ഹിന്ദുക്കളാണെന്ന കാരണം കൊണ്ടാണ് ഗോദ്രയിൽ അവരെ ചുട്ടെരിച്ചതും. പക്ഷേ മരിച്ചത് ഹിന്ദുവോ മുസ്ലിമോ എന്നളക്കാതെ മരിച്ചത് മനുഷ്യനാണെന്ന് അന്നവർ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അത് ഇത്രത്തോളം രൂക്ഷമാവുമായിരുന്നില്ല. എന്തായാലും നമ്മൾ എമ്പുരാനിലേക്ക് വരുമ്പോൾ പൃഥ്വിരാജ് എന്ന സംവിധായകന് ഗോദ്ര സംഭവം മുതൽ ഒരു ചെറിയ നരേറ്റീവ് കൊടുത്തിരുന്നുവെങ്കിൽ ഇതിങ്ങനെ ആളിക്കത്തുമായിരുന്നില്ല. ഇതൊരു തരത്തിൽ വിഷം കുത്തി വെക്കും പോലെ ഒരു നരേറ്റീവ് ആയിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറിച്ച് സിനിമയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇട്ട് കൊട്ടുകൊടുത്തതും ഏവരെയും രൂക്ഷമായി വിമർശിച്ചതും എല്ലാം വളരെ മികച്ച ഒരു നീക്കം തന്നെയായിരുന്നു. എന്നാൽ വളരെ സെൻസിറ്റീവായ ഒരു വിഷയം എന്ന നിലയ്ക്ക് ഈ വിഷയം നിങ്ങൾ കുറച്ചുകൂടി പഠിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. മറിച്ച് ഈ സിനിമ അതൊരു മികച്ച എക്സ്പീരിയൻസ് തന്നെയാണ്. തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മുതൽ തന്നെയുണ്ട്. എന്തായാലും സിനിമ കണ്ടവരും കാണാത്തവരും തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.